2025 ജൂലൈ 30 ബുധനാഴ്ച പുലർച്ചെ റഷ്യയുടെ ഫാർ ഈസ്റ്റിലെ കാംചതക് ഉപദ്വീപിൽ പിടിച്ചുലച്ച അതിശക്തമായ ഭൂകമ്പം ലോകമെമ്പാടുമുള്ള തീരദേശവാസികളെ ആശങ്കയിലാഴ്ത്തുന്നതായിരുന്നു. റിക്ടർ സ്കെയിലിൽ 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂകമ്പം വടക്കൻ പസഫിക് മേഖലയിൽ സുനാമിക്ക് കാരണമാവുകയും അലസ്ക, ഹവായ് എന്നിവിടങ്ങൾ മുതൽ തെക്ക് ന്യൂസിലൻഡ് വരെയുള്ള വിശാലമായ തീരപ്രദേശങ്ങളിൽ സുനാമി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തു. റഷ്യൻ അക്കാദമിക് ഓഫ് സയൻസിന്റെ ജിയോഫിസിക്കൽ സർവേ പറയുന്നതനുസരിച്ചും 1952 ശേഷം കാംചതക് ഉപദ്വീപിലുണ്ടായ ഏറ്റവും ശക്തമായ ഭൂകമ്പമാണിത്. ഈ സംഭവം ഭൂമിയുടെ ആന്തരിക ശക്തിയെക്കുറിച്ചും പ്രകൃതി ദുരന്തങ്ങളെ നേരിടാനുള്ള മനുഷ്യന്റെ സന്നദ്ധതയെക്കുറിച്ചുമുള്ള ഗൗരവമായ ചർച്ചകൾക്ക് വീണ്ടും വഴിയൊരുക്കിയിരിക്കുകയാണ്. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമായ കാംചത്ക പെനിൻസുലയിൽ കെട്ടിടങ്ങൾക്ക് നേരിയ കേടുപാടുകൾ സംഭവിച്ചതായും ആളുകളെ ഒഴിപ്പിച്ചതായും റഷ്യൻ അധികൃതർ റിപ്പോർട്ടും ചെയ്തു. വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നത് ആശ്വാസം നൽകുന്ന വാർത്തയാണ്. എന്നിരുന്നാലും ഭൂകമ്പത്തിന്റെ തീവ്രത അതിന്റെ സ്വാധീനം പ്രാദേശിക തലത്തിൽ ഒതുങ്ങില്ലെന്ന് സൂചിപ്പിക്കുന്നു. റഷ്യയിലെ കുരിൽ ദ്വീപുകളിലെ പ്രാഥമിക പട്ടണമായ സെവേറോ കുറിക്സിലാണ് ആദ്യ സുനാമി തിരമാല ആഞ്ഞടിച്ചതെന്ന് പ്രാദേശിക ഗവർണർ വലേറി ലിമാരേങ്കോ അറിയിക്കുകയും ചെയ്തു. തുടർന്നുള്ള തിരമാലകളുടെ ഭീഷണി നീങ്ങുന്നതുവരെ താമസക്കാർ സുരക്ഷിതരാണെന്നും ഉയർന്ന പ്രദേശങ്ങളിൽ തുടരണമെന്ന് അദ്ദേഹം മുന്നറിയിപ്പും നൽകി.